ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് കാലം മുന്നേ വെറുതെ പെരയിലൊരു കാലിക്കുപ്പി കിടക്കണേനു. അപ്പോൾ അതിന് വെറുതെ നിൽക്കണം കണ്ടിട്ട് എനിക്കൊരു സമാധാനമല്ല, എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യണമെന്ന് തോന്നാം. അങ്ങനെ ഞാൻ അതിന് സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തെടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊരു പെയിൻ്റ് അടിച്ചിട്ട് ചെറുതായിട്ട് ഒരു റിബനും വെച്ച് ചുറ്റിച്ചു. ഇപ്പം അത് കാണുമ്പോൾ ഇത് ഇങ്ങനൊന്നും പോരല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മേക്ക് ഓവർ ഇതിൽ ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് തോന്നി. അപ്പോൾ ആ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ കണ്ടത്. അപ്പോൾ ആൾറെഡി ഞാനതിമ്മ ചെയ്ത പിങ്ക് കളർ ഹാർട്ടൊന്നും പോകാനും പാടില്ല, എന്നാൽ എനിക്ക് എൻ്റെ ആംബിയൻസ് മാറ്റിയെടുക്കും വേണം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത്. പോരാത്തിന് ഇതിപ്പോൾ ട്രെൻഡും ആണല്ലോ. ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്ന കളർ വയലറ്റാണ്. കോമ്പനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വയലറ്റ് ഒന്ന് ലൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. പക്ഷേ ബോട്ടിൽ വർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വിചാരിച്ചതുപോലെ കളർ അങ്ങോട്ട് ബ്ലെൻഡ് ആവാൻ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ വരച്ചെടുത്തിട്ട് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്ത കളർ പിങ്ക് ആണ്. പിങ്ക് ഒന്ന് ലൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഭാഗം ഡ്രൈ ആയതിന് ശേഷം മാത്രം അടുത്ത കളർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇന്നെപ്പോലെ പണി കിട്ടും. ആ പെയിൻ്റ് എങ്ങനെ കൈമലായാലും നമ്മൾ തൊടുന്നിടത്തൊക്കെ പിന്നെ പെയിൻ്റ് ആവും, പിന്നെ ആകെ വൃത്തികേടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ കാണുന്ന സ്കൈ ബ്ലൂ കളറും ഞാൻ നേരത്തെ വൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഏതൊരു കളർ യൂസ് ചെയ്യുമ്പോഴും വൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മളെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ. ഈ ഒരു പാർട്ടിൽ ഞാൻ മാർക്കറാട്ടോ യൂസ് ചെയ്യണത്. പക്ഷേ വിചാരിച്ചതുപോലെ ആയില്ല. മാർക്കർ വില കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത മാർക്കർ ആയതുകൊണ്ട് തന്നെ ബാധിക്കുന്ന വെച്ചുപിടിച്ചതായി. അപ്പോൾ ക്വാളിറ്റി ഉള്ള മാർക്കർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇടയ്ക്ക് ഇതൊന്ന് തെളിയാതാകും. അപ്പോൾ നോട്ടിൽ കുത്തി വരച്ച് തെളിയിപ്പിച്ചിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യും. മാർക്കറും കൊണ്ട് ബോർഡർ ഹൈലൈറ്റ് ചെയ്താൽ എന്തായാലും തീരില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ മാർക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതന്നെ കേട്ടോ ബെറ്റർ. ഇനി ഇതുപോലത്തെ ലീവ്സ് വരച്ചെടുക്കണം കേട്ടോ. ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ് കാണുമല്ലോ കേട്ടോ. പിന്നെ ഇതുപോലത്തെ ബട്ടർഫ്ലൈസിനൊക്കെ വരച്ചെടുക്കുക. പിന്നെ ഈ ഫ്ലവറിൻ്റെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഡോട്ട്സൊക്കെ നമ്മളെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ വർക്ക്സൊക്കെ ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ സജഷൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലത് ഈ കാര്യം. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.